ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് ഫ്രൈഡേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ലീവാണ്. അതുകൊണ്ട് ലിയോൻ്റെ സ്കൂൾ വെക്കേഷന് ഞങ്ങൾ എവിടെയും കൊണ്ടുപോയില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഫ്രൈഡേ നമുക്ക് അവർക്ക് വേണ്ടി ചിലവഴിക്കാമെന്ന് പറഞ്ഞ് ഞാനും ഏട്ടനും രാവിലെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ ഇറങ്ങിയാലും ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വീഡിയോസ് എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും കണ്ണും പൂട്ടിയെടുക്കാമെന്ന് പറഞ്ഞെടുത്തതാണ്. ഇതാ നമ്മുടെ കൂട്ടുകാരൊക്കെ വഴിയരികിൽ കാത്തു നിൽപ്പുണ്ട്. ഇഷ്ടംപോലെ ക്യാമൽസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? നമ്മൾ അയൺ ഗർസസിലേക്കാണ് ഇന്ന് യാത്ര. സൈഡിൽ കൂടെ ഒക്കെ നല്ലപോലെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഖരീഫിൻ്റെ ടൈമാണെങ്കിൽ മൊത്തം വെള്ളമായിരിക്കും കേട്ടോ ഈ റോഡ് നിറയെ. പക്ഷേ ഇപ്പം അങ്ങ് അത്രയൊന്നും വെള്ളമില്ല. സൈഡിൽ കൂടെ ഒക്കെ കുറച്ച്, എങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വന്ന് നല്ലപോലെ കളിക്കാം. അതിനുള്ള മരങ്ങളും തണലും ഇരിക്കാനുള്ള സ്ഥലവും എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന് ഒരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അവിടെ ചെയറൊക്കെ ഇട്ട് ഞങ്ങൾ ഇരിപ്പുറപ്പിച്ച് ലിയോണും അമ്പാടിയും അവരുടെ ടോയ്സും വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് അവരവരുടെ കളി തുടർന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ പതുക്കെ 2 ചെയറൊക്കെ ഇട്ട് സൈഡായി ഞങ്ങളുടേതായ കഥകളൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. ഉച്ച സമയമായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ലേറ്റായിട്ടാണ് ഇന്ന് ചായ കുടിച്ചത്. അത് കാരണം ആർക്കും വിശക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിരുന്ന് കഥ പറഞ്ഞു തുടങ്ങി. അമ്പാടി അവിടെ എല്ലാം ഓടി നടന്ന്, എല്ലാവരും ഇവിടെ ഈ ഗ്രില്ലൊക്കെ ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് കരികളൊക്കെ ഉണ്ടായിരുന്നു. അമ്പാടി അതെല്ലാം എടുത്ത് കയ്യിൽ തേക്കുന്നുണ്ടായിരുന്നേ. പിന്നെ 2 പേരെയും കഴുകി ക്ലീൻ ചെയ്യിപ്പിച്ച് ഇതാ ഞങ്ങൾ ചോറുണ്ണാനിരുന്നു. ഇന്ന് ഞങ്ങൾ ബിരിയാണി മേടിച്ചിട്ടാണ് വന്നത്. അതിൻ്റെ കൂടെ ഏട്ടന് പായസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പായസം മാത്രം വെച്ചെടുത്തു. ബാക്കിയെല്ലാം ഞങ്ങൾ മേടിച്ചതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നിലത്ത് ഞങ്ങളുടെ പായൊക്കെ വിരിച്ചിരുന്ന് ഒരു പാത്രത്തിൽ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇരുന്ന് പഴയതുപോലെ കഥയൊക്കെ പറഞ്ഞിരിക്കാൻ തുടങ്ങി. അവർ വീണ്ടും കളിയിലേക്കും പോയി. കുറച്ച് നേരം കഥ പറഞ്ഞിരുന്നപ്പോഴേക്കും അവിടെ കുറേ പേര് വന്നിട്ടോ. ആരാണെന്നല്ലേ? മറ്റാരുമല്ല, കുറേ ആടുകളാണ്. ഇവിടെ ഞങ്ങളുടെ ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഒമാനി വീടുണ്ട്. മേ ബി അവരുടെ ആയിരിക്കാം ഈ ക്യാമൽസും ആടുകളും എല്ലാം. അതിനിടയ്ക്ക് ഏട്ടനിതാ പായസം എടുത്ത് കുടിക്കാൻ തുടങ്ങി. ഏട്ടനൊരു പായസപ്രേമി തന്നെയാണ്. അതിനിടയ്ക്ക് ഇതേ കണ്ടോ, ഈ ക്യാമൽ അതിൻ്റെ ബേബിക്ക് പാല് കൊടുക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അവരതും നോക്കിയിരുന്നു. അത് കണ്ടു കഴിഞ്ഞേക്ക് ദേ വരുന്നു ആടുകൾ. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആടുജീവിതം ഫിലിം തന്നെ ഓർമ്മ വരും കേട്ടോ. അവർക്ക് നമ്മുടെ നാട്ടിൽ പോലെ കയറൊന്നും കെട്ടിയിട്ടില്ല. അവർ പോയി കഴിച്ചിട്ട് വരുന്ന ഇതാണ്. അവരെ കണ്ടതും അമ്പാടിക്ക് പേടിയായി. അവൻ ആ ഇരിപ്പിടത്തിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ തുടങ്ങി കേട്ടോ. അവരെല്ലായിടത്തിലും വന്ന് അവർക്ക് എന്തെങ്കിലും ഫുഡുണ്ടോ എന്ന് നോക്കിയിട്ട് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ എല്ലാവരും അവരുടെ വീടുകളിലേക്കുള്ള വഴി അറിയാവുന്ന പോലെ കറക്റ്റ് അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ അവിടെ നിന്ന് പറഞ്ഞു, നമുക്കൊക്കെ ഇനിയെങ്കിലും കുറച്ച് നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെയും കൂട്ടി കുറച്ച് വെള്ളമുള്ള സ്ഥലത്തേക്ക് പോയി. മുന്നേ ഇവിടെ ഒരുപാട് വെള്ളമുണ്ടായിരുന്നു കേട്ടോ, വെള്ളച്ചാട്ടം പോലെ. പക്ഷേ ഇപ്പോൾ കുറച്ചൊരരുവി പോലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് നേരം കളിച്ച് വീണ്ടും ഞങ്ങൾ അതിലേ കൂടെയൊക്കെ നടന്ന് സമയം വൈകുന്നേരമായി. ഇനി തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇതാ അമ്പാടി അവിടെയുള്ള ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ വലിഞ്ഞു കയറാൻ തുടങ്ങിയേ. അത് കഴിഞ്ഞ് അവരെയും കൂട്ടി ഞങ്ങൾ പതുക്കെ അവിടുന്ന് പോരാനുള്ള പുറപ്പാടായി. ഇനി പോകുന്ന വഴി നമുക്കൊരു കട്ടൻ ചായയും കുടിച്ചിട്ട് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാമെന്നും പറഞ്ഞ് ഏട്ടൻ റോഡിലേക്ക് ഇറങ്ങി നിൽക്കാൻ തുടങ്ങി. അങ്ങനെ അവിടുന്ന് കുഞ്ഞുങ്ങളെയും കൂട്ടി ഞങ്ങൾ പതുക്കെ തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ പോരുന്ന വഴിയെ ഞങ്ങളൊരു റോഡ് സൈഡിലായി പതുക്കെ സൈഡാക്കി ഞങ്ങളൊരു കട്ടൻ ചായയൊക്കെ ഇട്ട് അവിടുന്ന് കുടിച്ചു.
അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഔട്ടിംഗ് വിശേഷങ്ങൾ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. ടുമോറോ മോർണിംഗ് ഡ്യൂട്ടിയാണ്. ചെന്നിട്ട് വേണം ഇനി മോർണിംഗ് ഡ്യൂട്ടിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷൻസും റെഡിയാക്കാൻ വേണ്ടി. മാത്രമല്ല നാളെ സാറ്റർഡേ ആയതുകൊണ്ട് സ്കൂളുകളും ഇല്ല. അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇന്നേ പ്രിപ്പയർ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ എനിക്ക് നാളെ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുള്ളൂ. ഏട്ടനും രാവിലെ ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ഔട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഇതാ ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ see you tomorrow with a new video. Bye.